നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വേനലവധി കഴിഞ്ഞ് ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കും. പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചതായി പരാതി. വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി സർചാർജും. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം 10 പൈസ അധികം ഈടാക്കും. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കും. ജൂൺ 3-ന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അറ്റകുറ്റപ്പണികൾ നടത്തണം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ എന്നിവ മാറ്റണം. സ്കൂളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ, വൈദ്യുതി കമ്പികൾ എന്നിവ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമ്മാടം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. പഴകിയതും പൂപ്പൽ ബാധിച്ചതുമായ 30 കിലോ ഹൽവ, വറവ് സാധനങ്ങൾ എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KK രാജേഷ്, ഊർമിള ഉണ്ണി, അജിത് എന്നിവർ നേതൃത്വം നൽകി. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കരുതൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മർദ്ദിച്ചതായി പരാതി. പെരിങ്ങോട്ടുകര സ്വദേശി യദു കൃഷ്ണനാണ് മർദ്ദനമേറ്റത്. അന്തിക്കാട് CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കരിക്കുകൊണ്ട് പുറത്തും നെഞ്ചത്തും ഇടിച്ചു എന്നാണ് ആരോപണം. ഞാൻ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. വീട്ടിൽ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നേരെ ജീപ്പ് വന്ന് അന്തിക്കാടത്തെ SIയും അഡീഷണൽ SI ആയിട്ട് വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണുണ്ടായത്. CA കാണണമെന്ന് പറഞ്ഞിട്ട് നേരെ CA കാണാൻ പോയി. നേരെ CA റൂമിൽ കയറി. CA റൂമിൽ കയറിയപ്പോൾ തൊട്ട് ആള് എന്നെ വെറുതെ അനാവശ്യമായിട്ട് ചീത്ത പറയുക, തെറി വിളിക്കുക, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നേരെ നീ പ്രശ്നക്കാരാണ്, ഇവിടുത്തെ ഗുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ ഉണ്ടായിട്ട് നേരെ എന്നെ ഒരു 5 മിനിറ്റോടെ നിർത്തിയിട്ട് നേരെ തൊട്ടപ്പുറത്ത് ഒരു പഴയ സ്റ്റേഷൻ ഉണ്ട്. നേരെ പഴയ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. നേരെ ചെന്ന് മറ്റേ ഒരു ഇരുട്ടുമുറി പോലത്തെ റൂമാണത്. അവിടെ പോയിട്ട് നേരെ നമ്മുടെ കരിക്ക്, പിന്നെ അതുപോലെ തന്നെ കൈ കൊണ്ടും ഉള്ളിടിച്ച് എന്നെ ഒരു മൂലിക്കിടണ പോലെ ആക്കി. അതിനുശേഷം നേരെ ഇവർ നേരെ മറ്റേ സ്റ്റേഷനിൽ, അപ്പം എനിക്ക് ഭയങ്കര വേനെടുത്തു. യദു കൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചു. പോലീസ് പ്രവർത്തകരെ മുൻപ് മർദ്ദിച്ചിരുന്നു എന്ന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ C ബാബു പറഞ്ഞു. അപ്പോൾ ഏപ്രിൽ 20-ാം തീയതി പഞ്ചായത്ത് റാലി ആയിരുന്നു, LDFന്റെ തെരഞ്ഞെടുപ്പ് റാലി. ആ തെരഞ്ഞെടുപ്പ് റാലി കഴിഞ്ഞ് പാർട്ടി മെമ്പറായിട്ടുള്ള യദുകൃഷ്ണൻ റാലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ വെച്ച് ഒരു സ്റ്റേഷൻ SIയും അഡീഷണൽ SI ഉൾപ്പെടെ ആളുകൾ വന്നു CI വിളിക്കുന്നെന്ന് പറഞ്ഞ് യദുവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ഒരു കാരണവുമില്ലാതെ യദുവിനെ കരിക്കുകൊണ്ടും മറ്റ് രീതിയിൽ മാരകമായി ഒളിച്ചു നീക്കാത്തൊരു പഴയ സ്റ്റേഷനിലിട്ടുകൊണ്ട്, അന്തിക്കാടിൻ്റെ പഴയ സ്റ്റേഷനിലിട്ടുകൊണ്ട് ഭീകരയെ മർദ്ദിച്ചു.
എന്നിട്ട് പിറ്റേ ദിവസമാണ് ആ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഇതിനു മുമ്പും ഒരു 5-6 വരുന്ന ചെറുപ്പക്കാരെ ഈ നിലയിൽ കൊണ്ടുപോയി കരിക്ക് കൊണ്ട് മർദ്ദിക്കുന്ന അനുഭവം ഉണ്ടായി. ആ നിലയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സ്റ്റേഷനിൽ പോയി കർശനമായി ഇത് സർക്കാരിന്റെ പോലീസ് നയത്തെ എതിരാണെന്ന രീതിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. അന്ന് ആവർത്തിക്കില്ല എന്നും ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുള്ള CI തുടർന്നും ഈ യദു ഉൾപ്പെടെയുള്ള ആളുകളെ രീതിയിൽ ഇങ്ങനെ മാരകമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20-നാണ് സംഭവം നടന്നത്. LDFന്റെ പഞ്ചായത്ത് റാലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ യദുകൃഷ്ണനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് കരിക്ക് കൊണ്ട് പുറത്തും നെഞ്ചത്ത് ഇടിച്ചുവെന്നും യദു പരാതിയിൽ പറയുന്നു. പിറ്റേ ദിവസമാണ് യദുവിനെ വിട്ടയച്ചത്. എന്തിനാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകിയില്ലെന്നും പറയുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ശരീരത്തിൽ ചതവുള്ളതായി തെളിയുകയും ആ മെഡിക്കൽ രേഖകൾ അടക്കമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി സർചാർജും. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം 10 പൈസ അധികം ഈടാക്കും. അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടു തുടങ്ങിയതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിൽ തീരുന്നില്ല. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സർചാർജും കൊടുക്കണം. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ 10 പൈസ കൂടി സർചാർജായി മെയിലെ ബില്ലിൽ ഈടാക്കാനാണ് തീരുമാനം. ആകെ 19 പൈസ സർചാർജ് മാർച്ചിലെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. നിയന്ത്രണത്തിൽ ജനത്തിന് എതിർപ്പുണ്ടെങ്കിലും ഉപയോഗം കുറഞ്ഞെന്നാണ് സർക്കാർ വിലയിരുത്തൽ. വെള്ളിയാഴ്ച 200 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗം കുറഞ്ഞെന്നാണ് കണക്ക്. 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രം വൈദ്യുതി നിയന്ത്രിക്കാനാണ് നിലവിലെ തീരുമാനം. 2 ദിവസം ഉപയോഗ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം നിയന്ത്രണം തുടരണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കും. ബുധനാഴ്ചയോടെ മഴ മെച്ചപ്പെടുമെന്ന കാലാവസ്ഥാ പ്രവചനങ്ങളും വകുപ്പിന് ആശ്വാസമാണ്. മഴ കിട്ടിയാലും ചൂട് കുറഞ്ഞാലും ബില്ലടയ്ക്കാൻ അധികം പണം വേണ്ടിവരും. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പ്രസിഡന്റ് PK ലാൽ, ക്ഷേത്രം ശാന്തി സന്തോഷ് എന്നിവർ ചേർന്നാണ് കൊടിയേറ്റ് നിർവഹിച്ചത്. ഉത്സവ ദിനമായ 13-ന് രാവിലെ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, 11 മുതൽ പ്രസാദൂട്ട്, വൈകിട്ട് 3-ന് എഴുന്നള്ളിപ്പ്, 6-ന് നാദസ്വരം, ദീപാരാധന, തായമ്പക, രാത്രി 7:30-ന് പെരുമ്പിളിശ്ശേരി പടിഞ്ഞാറ് സെന്ററിൽ നിന്ന് കാവടിയാട്ടം, 10-ന് എഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, മേളം എന്നിവയുണ്ടാകും. ക്ഷേത്രതന്ത്രി CK നാരായണൻകുട്ടി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 60 വർഷത്തോളം വടക്കൻ പാട്ടിനെ നെഞ്ചേറ്റിയ ദേവുവിന് തന്റെ 86-ാം വയസ്സിലും ആവേശത്തിന് ഒട്ടും കുറവില്ല. പാടത്ത് കൃഷിപ്പണികൾക്ക് പോകുമ്പോഴാണ് തൃശൂർ എറവ് സ്വദേശി 86-കാരി ദേവു വടക്കൻ പാട്ടുകളിലൂടെ ശ്രദ്ധ നേടിയത്. ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിലാണ് അക്കാലത്ത് ജന്മിമാർക്കെതിരെ പാടിയ ചരിത്രവും ഇവർക്കുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകൾ മൂലം 1.5 പതിറ്റാണ്ടു മുൻപ് കൃഷിപ്പണികൾ നിർത്തിയ ദേവു വീണ്ടും ഒരിക്കൽ കൂടി കൊയ്ത്തു തുടങ്ങിയ പാടം കാണാനെത്തി മനം നിറഞ്ഞ് പാടി. കൊയ്ത്തു തുടങ്ങിയ എറവ് കൊടയാട്ടിപ്പാടത്തേക്ക് ദേവു എത്തുകയാണ്. 15 വർഷമായി ഇവർ പാടത്ത് പണികൾക്ക് പോകുന്നത് നിർത്തിയിട്ട്. പാടത്ത് അരിവാളുമായി കൊയ്യാനെത്തുന്നവർ ഇല്ല, യന്ത്രങ്ങൾ മാത്രം. അളന്ന് തൂക്കമെടുത്ത നെല്ല് ലോറികളിലേക്ക് കയറ്റുന്ന തൊഴിലാളികൾ കുറച്ചുപേർ. ദേവുവുമായി അടുത്ത സൗഹൃദമുള്ള നാടൻപാട്ട് കലാകാരൻ സത്യദേവനാണ് ദേവുവിന്റെ ആഗ്രഹപ്രകാരം വീണ്ടും പാടശേഖരത്തിലേക്ക് എത്തിച്ചത്. ദേവുവിനെ അറിയാവുന്നവർ ചുറ്റും കൂടി. പിന്നെ പിടിച്ചു നിർത്താനായില്ല. വടക്കൻ പാട്ടും കൃഷിപ്പാട്ടുമായി അവശതകൾ മറന്ന് ദേവു ഒരിക്കൽ കൂടി ആടിപ്പാടി. അങ്ങനെ കാവില് കൂത്തല്ല, അങ്ങനെ അയ്യപ്പൻ കാവില് വിളക്കല്ലാണ്, അങ്ങനെ അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ്, അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ്. അങ്ങനെ കഴിച്ചാതേലയും കാണാ വേണം, അങ്ങനെ കഴിച്ചാതേലയും കാണാ വേണം. ദേവുവിന്റെ ചെറുപ്പകാലം മുതൽ ജന്മിമാരുടെ പാടശേഖരത്ത് ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകൂരുടെയും വീരകഥകൾ നിറഞ്ഞ വടക്കൻ പാട്ടുകൾ പാടാറുണ്ട്. പാടത്ത് നിലങ്ങൾ കൃഷിക്കായി സജ്ജമാക്കി കഴിഞ്ഞാൽ ഐശ്വര്യത്തിനും 100 മേനി വിളവിനുമായി വള്ളുവ പുലയ വിഭാഗത്തിലുള്ളവരാണ് ആദ്യം ഞാറ് നടുക. അതിനുശേഷമേ ഇവർക്കൊപ്പമുള്ള മറ്റ് മതസ്ഥരായ പണിക്കാർക്ക് ഞാറ് നടാൻ അനുവാദമുള്ളൂ. ഞാറ് നടന്ന സമയത്താണ് ദേവുവിന്റെ നേതൃത്വത്തിൽ പാടുന്ന വടക്കൻ പാട്ടുകൾ വയലോലകളിൽ മുഴങ്ങുക.
വീട്ടീന്നും പോന്നേ പിന്നെ അങ്ങനെ ആറ്റും മേലും വന്നേ പിന്നെ അങ്ങനെ കാഴ്ച വേല ഞാൻ കണ്ടോളല്ല അങ്ങനെ കാഴ്ച വേലയും കാണാം. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇവരുടെ കൂട്ടത്തിലുള്ളവർ മാറി മാറി ഏറ്റുപിടിച്ചാണ് വടക്കൻ പാട്ട് പാടുന്നത്. ഈ അവസരങ്ങളിൽ പാട്ടിന്റെ ആലാപനത്തിൽ മുഴുകി പൊരിവേലിന്റെ കാഠിന്യം വരെ അറിയില്ലെന്ന് ദേവ് പറയുന്നു. എറവുപാടത്ത് 20ഓളം സംഘങ്ങൾ ഇത്തരത്തിൽ പാട്ടും പാടി ഞാറു നടന്നത് പതിവ് കാഴ്ചയായിരുന്നു. ആ കാലങ്ങളിൽ ഇവരിൽ പലർക്കും പണിക്കൂലി ലഭിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പകരം നൽകുന്നത് ചെണ്ടും നെല്ലുമായിരുന്നു. ഓണക്കാലത്ത് താളം പിടിച്ച് ചൂടുവയ്ക്കുന്ന ചോട്ടുകളിക്കും നാടൻ പാട്ടിനും ദേവ് മുൻപന്തിയിലായിരുന്നു. തിരുവോണം മുതൽ 3ഓണം വരെ ഉച്ചതിരിഞ്ഞ് 2 മുതൽ വൈകിട്ട് 6 വരെയും രാത്രി 9 മുതൽ പുലർച്ചെ 2 വരെയും ഇവർ ആടിപ്പാടും. പഴയ വെട്ടുവഴി, തോമാലിപ്പുറം, മഞ്ഞിലായിപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു ഇവരുടെ ചോട്ടുകളി സങ്കേതങ്ങൾ. പഴയകാല കൃഷിരീതികളും ജന്മിത്ത വ്യവസ്ഥകളും വടക്കൻ പാട്ടുകളും പാടശേഖരങ്ങൾ വിട്ടൊഴിഞ്ഞപ്പോഴും ദേവ് തന്റെ ജീവിതതാളമായ വടക്കൻ പാട്ടിനെ ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എറവ് കളത്തിങ്കൽ കോരൻ ശങ്കരൻ കുഞ്ഞിക്കാളി ദമ്പതികളുടെ മകളാണ് ദേവ്. ഭർത്താവ് പരേതനായ വേലായുധൻ. സംസ്ഥാനത്തെ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന റെഡ് അലർട്ട് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന് വരുന്ന ദിവസങ്ങളിലും സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ശനിയാഴ്ച രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മീൻപിടുത്ത ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഉഷ്ണതരംഗം മുന്നറിയിപ്പും പിൻവലിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഈ കാര്യം അറിയിച്ചത്. തലയിൽ പ്ലാസ്റ്റിക് ടിൻ കുടുങ്ങി പ്രാണരക്ഷാർത്ഥം ഓടി നടന്ന തെരുവു നായയ്ക്ക് രക്ഷകരായി ദമ്പതികൾ. ചളിങ്ങാട് ശിവനടയ്ക്ക് സമീപം താമസിക്കുന്ന വാഴപ്പറമ്പിൽ ഷിഹാബ് ആബിദ ദമ്പതികളാണ് തെരുവു നായയ്ക്ക് രക്ഷകരായത്. 1 മാസത്തോളമായി തലയിൽ മിഠായി ടിൻ കുടുങ്ങിയ നിലയിൽ പ്രദേശത്ത് നായയെ കണ്ടത്. പലതവണ നാട്ടുകാർ നായയെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും പേടിച്ചോടി രക്ഷപ്പെടുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടുമുറ്റത്തെത്തിയ നായയെ ഷിഹാബും ഭാര്യയും ചേർന്ന് കുടുക്കിട്ട് പിടികൂടുകയായിരുന്നു. മുഖത്തു നിന്ന് പ്ലാസ്റ്റിക് ടിൻ മാറ്റിയ ശേഷം നായയെ വിട്ടയക്കുകയും ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 56ാം നാൾ കാളീയ മർദ്ദനം നങ്ങ്യാരമ്മ കൂത്തിൽ കൽപ്പലതികയായി മാർഗി അശ്വതി പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി. കുലശേഖരവർമ്മ മഹാരാജാവ് നങ്ങ്യാർമാർക്കായി നിർവഹണ രൂപത്തിൽ കൊണ്ടുവന്നത് പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ പ്രചരിപ്പിച്ച ശ്രീകൃഷ്ണ ചരിത്രത്തിൽ സുഭദ്രോപഹരണം വരെ 217 ശ്ലോകങ്ങളിൽ 105 ശ്ലോകത്തെ വിശദീകരിച്ച് സുഭദ്രോജ്ഞത്തിലെ 2ാം അംഗമായി വരുന്ന കാളിയമർദ്ദന കഥയെ അധികരിച്ച് നങ്ങ്യാർമാർ കൂത്തിൽ കൽപ്പക ലതികയായി നിർവഹണം ചെയ്തു വച്ചതാണ് ഇവിടെ മാർഗി അശ്വതി എന്ന യുവകലാകാരി ചെയ്തത്. ചെന്നൈയിൽ നിന്ന് വന്ന ശ്രീ ഗുരു പത്മാലയ കാമാക്ഷി ശ്രീനിവാസന്റെ ശിഷ്യഗണങ്ങളുടെ നാട്യാർപ്പണവും പെരിഞ്ചേരി ശിവതീർത്ഥം സംഘത്തിന്റെ തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടിയും പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരവെ സമവായ നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ്. CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് മുതൽ പ്രഖ്യാപിച്ചിരുന്ന പുതിയ രീതിയിലെ ടെസ്റ്റിംഗ് രീതി തൽക്കാലം പിൻവലിച്ചു. പ്രത്യക്ഷത്തിൽ പിന്മാറ്റമെന്ന് തോന്നാമെങ്കിലും നിലവിലെ റോഡ് ടെസ്റ്റ് കടുപ്പിച്ചുകൊണ്ട് ഗതാഗത വകുപ്പും തിരിച്ചടിച്ചിട്ടുണ്ട്. എച്ച് പരീക്ഷണം തൽക്കാലം തുടരുമെങ്കിലും റോഡിലെ പരിശോധനയിൽ പാസ്സായാൽ ഇനി എച്ച് പരീക്ഷണം നടത്തൂ. ഉദാര സമീപനമായിരുന്നു റോഡ് ടെസ്റ്റിൽ. നിരപ്പായ റോഡിൽ 4 ഗിയർ മാറ്റി 1 മിനിറ്റ് വണ്ടി ഓടിക്കുന്നവർക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു. കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്നത് ഉൾപ്പെടെ ഡ്രൈവിംഗ് മികവ് പൂർണ്ണമായി പരിശോധിക്കണമെന്നാണ് വ്യവസ്ഥ. ഇനി ഇത് കർശനമായി പരിശോധിക്കും.
കുറഞ്ഞത് 10 മുതൽ 12 മിനിറ്റെങ്കിലും റോഡിൽ ഓടിക്കേണ്ടി വരും. കയറ്റവും ഇറക്കവും സിഗ്നലുകളുമെല്ലാം തിരക്കേറിയ കവലയിലുമൊക്കെ പിന്നിടേണ്ടി വരും. ഗതാഗത നിയമങ്ങൾ പാലിച്ച് ഓടിക്കുന്നവർ മാത്രമാകും പാസ്സാവുക. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ, സ്കൂൾ ഉടമകളുടെ സംഘടന എന്നിവരുമായി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വേനലവധി കഴിഞ്ഞ് ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കും. പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചതായി പരാതി. വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി സർചാർജും. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം 10 പൈസ അധികം ഈടാക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.